രാധേ രാധേ. ഭഗവത്ഗീത എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന ധർമ്മോപദേശം, സ്വന്തം കടമ ചെയ്യാനായി കർമ്മോന്മുഖനാക്കാൻ വേണ്ടി നൽകുന്ന ധർമ്മോപദേശം, അതാണ് ഭഗവത്ഗീത. എന്നാൽ എന്താണ് രാധാഗീത? അങ്ങനെയുള്ള ഒരു പേരിനെ കുറിച്ചോ അങ്ങനെയുള്ള ഒരു പുസ്തകത്തിനെ കുറിച്ചോ നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണത്? കാരണം ഭാഗവതത്തിൽ പോലും രാധാറാണി ഗൂഢനായിക അല്ലെങ്കിൽ ഗുപ്ത നായികയാണ്. എല്ലാവരും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് രാധാറാണി. രാധാ തത്വം എന്ന് വെച്ചാൽ എവിടെ പ്രേമമുണ്ടോ, എവിടെ പ്രണയമുണ്ടോ അവിടെയാണ് രാധാ തത്വം ഉള്ളത്. രാധാറാണിയെ ഒരു സ്ത്രീയായി മാത്രം, ഒരു ദേവതയായി മാത്രം കാണാതെ എവിടെ പ്രേമമുണ്ടോ, ഏത് കർമ്മത്തിലും നമ്മൾ പ്രേമം കണ്ടുപിടിക്കുന്നു, അതാണ് രാധാ തത്വം, അതല്ലെങ്കിൽ രാധാഗീത. ഇപ്പൊ ഈശ്വരനിലേക്ക് എത്താൻ തന്നെ ഒരുപാട് മാർഗങ്ങളുണ്ട്. നമുക്ക് തപസ്സിലൂടെ എത്താം, യോഗ മാർഗത്തിലൂടെ എത്താം, നാമജപത്തിലൂടെ എത്താം, അങ്ങനെ ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷെ ഈ മാർഗങ്ങളെല്ലാം പ്രണയമില്ലാതെ ആ മാർഗം അതുപോലെ തന്നെ അവലംബിച്ചാൽ നമുക്ക് ഈശ്വരനിൽ എത്താൻ പറ്റില്ല. പ്രണയ ഭക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലുത് എന്ന് നമുക്ക് കാണിച്ചു വരുന്നതാണ് രാധാറാണി സ്വന്തം ജീവിതത്തിലൂടെ ചെയ്യുന്നത്. അതാണ് രാധാ തത്വം അല്ലെങ്കിൽ രാധാഗീത. പ്രണയഭക്തിക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് മീരാഭായ്. സ്വന്തം ജീവിതത്തിലൂടെ പ്രണയഭക്തിയിലൂടെ ശ്രീകൃഷ്ണനെ ഭർത്താവായി വരിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ ശ്രീകൃഷ്ണന്റെ പാട്ടുകൾ പാടി, ആ ഗീതങ്ങൾ പാടി നടന്ന് ഒടുക്കം ശ്രീകൃഷ്ണനിലേക്ക് ലയിച്ചവളാണ് മീരാഭായി. അപ്പോ രാധാ ഗീത പറയുന്നത് പ്രേമത്തിലൂടെ നമുക്ക് നേടാൻ പറ്റാത്തതായി യാതൊന്നുമില്ല എന്നാണ്. നമ്മുടെ ഏത് പ്രവൃത്തിയാവട്ടെ, ജീവിതത്തിൽ ചെയ്യുന്ന എന്ത് കാര്യമാവട്ടെ, അത് പ്രേമത്തിലൂടെ, പ്രണയത്തിലൂടെ ഒരുപാട് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യമായി മാറും, ഏറ്റവും നല്ല വിജയമായി മാറും എന്നാണ് രാധാഗീതയിൽ അന്തർലീനമായി ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യം.